Hello friends, welcome back to Magic Dan, a simple way of cooking. നമ്മൾ ഇന്നൊരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇതിൻ്റെ പേര് ഗ്രീൻ പെപ്പർ ചിക്കൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പെപ്പർ വേണം, ഗ്രീൻ പെപ്പറാണ്. ഇത് ഇങ്ങനെ ഒരു 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്തതാണ്. പിന്നെ മല്ലിയില വേണം, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വേണം. പിന്നെ ഞാനിതിൽ ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൽ സബോളയും ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായ ഓയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് റെഡിയാക്കാം. ആദ്യം നമ്മൾ അരപ്പാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിയിലയും ഗ്രീൻ പെപ്പറും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ടുവരാം. ഞാനിവിടെ അരക്കല്ലിലാണ് അരയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അരപ്പ്. നമുക്ക് ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കിനി കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് വേണ്ട സബോളയും ക്യാപ്സിക്കവും അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഇത് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് കടായി വെച്ച് സ്റ്റൗ ഓണാക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കലാണ്. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ചിക്കനിലേക്ക് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ചിക്കൻ വറുത്ത് കോരിയ പാനിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത്. സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിയാണ് ഞാൻ ഇടുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നേരത്തെ അരച്ച് വെച്ച അരപ്പിൻ്റെ ബാക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ സിമ്മിലേക്ക് മാറ്റാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
ഇനി ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കി ചിക്കൻ കറി ചോറിൻ്റെ ഒപ്പം അപ്പത്തിനും ചപ്പാത്തിനും പൊറോട്ടയുടെ ഒക്കെ കൂടെ അടിപൊളിയാണ്. വീട്ടിലുള്ളവർക്കും അതുപോലെ ഗസ്റ്റായിട്ട് വരുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.